2019 എൻ്റെ രണ്ടാമത്തെ അമേരിക്കൻ യാത്ര. അത് എൻ്റെ മകളുടെ വാസസ്ഥലത്തേക്കായിരുന്നു. ആദ്യം സിയാറ്റിലിൽ അവളുടെ അടുത്തേക്ക് പോയിരുന്നു. ലോസ് ആഞ്ചലസിൽ പോയ യാത്രാ വിവരണമാണിത്. ഇത് മലയാളം മാസികയിൽ പ്രസിദ്ധീകരിച്ചു. അമേരിക്ക ഇന്നും പരദേശികൾക്ക് ഒരു വിസ്മയ ലോകമാണ്. അവിടുത്തെ കാലാവസ്ഥ, ജീവിത രീതികൾ, സംസ്കാരം ഇതെല്ലാം ഒരു സംസ്ഥാനത്തിൽ നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറുമ്പോൾ വിഭിന്നമാണ്. ഒന്നാമതായി, ആ ദേശം അത്ര വിശാലമാണ്. പോരെങ്കിൽ പല ദേശക്കാരുടെയും ഭാഷക്കാരുടെയും ഒരു മിശ്രിതമാണ് ആ നാട്. ലോകത്തിൻ്റെ പല ദേശങ്ങളിൽ നിന്നും പല കാലങ്ങളിലായി കുടിയേറി പാർത്ത ജനങ്ങളുടെ സങ്കരവർഗം. എൻ്റെ 2 തവണയായുള്ള അമേരിക്കൻ യാത്രകളിൽ നിന്നുള്ള അനുഭവ സാക്ഷ്യമാണിത്. എൻ്റെ മകളുടെ സ്നേഹപൂർണമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവളുടെ വാസസ്ഥലമായ ലോസ് ആഞ്ചലസിലേക്ക് പറന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ അമേരിക്കൻ യാത്രയാണ്. മുൻപ് പോയത് അവൾ സിയാറ്റിലിൽ ആയിരുന്നപ്പോഴാണ്. രണ്ടും പസഫിക് കടലോര പ്രദേശങ്ങളാണ്. എങ്കിലും ഒന്ന് കാനഡയുടെ അടുത്താണെങ്കിൽ മറ്റത് മെക്സിക്കോയുടെ അടുത്താണ്. എൻ്റെ മകൾ അവളുടെ ജോലി തിരക്കിനിടെ ഞങ്ങളെ ലോസ് ആഞ്ചലസിന് ചുറ്റിലും മറ്റു പ്രാന്തപ്രദേശങ്ങളായ ലാസ് വെഗാസിലും സാൻഡിയാഗോയിലും കൊണ്ടുപോയി. പ്രശസ്തമായ ഹോളിവുഡ് സ്ഥിതി ചെയ്യുന്നത് ലോസ് ആഞ്ചലസിലാണ്. ലാസ് വെഗാസ് അമേരിക്കയുടെ ചൂതാട്ട കേന്ദ്രമാണ്. സാൻഡിയാഗോ മെക്സിക്കോയുടെ അതിർത്തിക്കടുത്തുള്ള മനോഹരമായ തുറമുഖ പട്ടണമാണ്. ഇനി ഞങ്ങൾ കണ്ട കാഴ്ചകൾ അവയുടെ തുടർക്രമത്തിൽ പറയാം. ആദ്യം ലോസ് ആഞ്ചലസിൽ തന്നെ തുടങ്ങാം. ഞങ്ങൾ ആദ്യം കണ്ടത് ഹോളോകാസ്റ്റ് മ്യൂസിയം. യഹൂദർക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ കൂട്ടനരബലിയുടെ അനുസ്മരണമാണ് ഈ മ്യൂസിയത്തിൽ കണ്ടത്. വിശാലമായ പാർക്കിനകത്ത് പണിതിട്ടുള്ള കെട്ടിടത്തിൽ യഹൂദരുടെ ചരിത്രവും അവർ നേരിട്ട കൊടും ഭീകരമായ നരവേട്ടയുടെ ചരിത്രവും ആലേഖനം ചെയ്ത കൂറ്റൻ പടങ്ങൾ അനുക്രമം തലക്കെട്ടോടുകൂടി ചിത്രീകരിച്ചിരിക്കുന്നു. മ്യൂസിയത്തിലേക്ക് കടക്കുവാനുള്ള പാസ് എടുക്കുമ്പോൾ ലഭിക്കുന്ന ഉപകരണവും ഹെഡ്ഫോണും വെച്ച് ഏതു ചിത്രത്തെപ്പറ്റിയും താൽപര്യാനുസരണം വിവരണം ലഭിക്കും. 10 ലക്ഷം യഹൂദരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ പട്ടിണിക്കിട്ടും അല്പവസ്ത്രധാരികളാക്കി കൊടും തണുപ്പിലിട്ടും ക്രമാനുഗതമായി മരണത്തിലേക്ക് എത്തിച്ചതും ചുട്ടുകൊന്നതും മരണവണ്ടിയിൽ കയറ്റിയതും മറ്റും അതിൻ്റെ എല്ലാ ഭീകരതകളോടും കൂടിയേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ആ കാലങ്ങളിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഇടയ്ക്കുള്ള ഇടനാഴികളിൽ തൂക്കിയിട്ടിരിക്കുന്നു. എന്തായാലും വംശീയ വിവേചനവും ഇന്ന് കേൾക്കുന്ന ഭീകരവാദവും മറ്റൊരു ഹോളോകാസ്റ്റിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ല എന്ന തിരിച്ചറിവോടെ മാത്രമേ നമുക്ക് മ്യൂസിയം വിട്ടു പോകാൻ കഴിയുകയുള്ളൂ. മ്യൂസിയത്തിൻ്റെ എതിർവശത്തായാണ് ഫാർമേഴ്സ് മാർക്കറ്റ്. വഴിയിൽ നിന്ന് പ്രവേശന കവാടം വഴി അകത്തേക്ക് കടന്നാൽ വിസ്തൃതമായ മാർക്കറ്റിനകത്ത് ആദ്യം വരവേൽക്കുന്നത് ഭക്ഷണശാലകളാണ്. ചെറിയ കടകളിൽ, തട്ടുകട എന്നു പറയാം, വിവിധ തരം പാനീയങ്ങളും ഭക്ഷ്യവിഭവങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ ഓരോ കാപ്പി കുടിച്ചു. അതിനുള്ളിലേക്ക് പോകുന്തോറും കാർഷിക വിഭവങ്ങൾ, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പൂക്കൾ തുടങ്ങി ഒരു വൻ ശേഖരം നമ്മെ കാത്തിരിക്കുന്നു. കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ വിഭവങ്ങളുടെയും വിപണന കേന്ദ്രമാണത്. ഈ ചന്തയുടെ ഒരു വശം മാത്രം നടന്നു കാണുവാൻ കുറേ സമയം എടുത്തു.
ഫാർമേഴ്സ് മാർക്കറ്റ് ഒരു ബ്രാൻഡ് നെയിമാണ്. US-ൽ പല സ്ഥലത്തും അതുണ്ട്. അടുത്ത ദിവസം ഞങ്ങൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പര്യവേക്ഷണം ചെയ്യുവാൻ പോയി. വിശാലമായ മുൻവാതിലിനകത്ത് ഞങ്ങളെ എതിരേറ്റത് വലിയൊരു ദിനോസറിൻ്റെ എല്ലിൻകൂടാണ്. അവിടെ നിന്ന് പതിവ് പോലെ ഫോട്ടോ എടുത്തു. പിന്നീട് പോയത് ഒരു ആംഫി തിയേറ്റർ പോലെ വലിയ ഹാളിൽ വിസ്തൃതമായ കണ്ണാടിക്കൂടുകളിൽ അവയുടെ സാമാന്യ മുഴുപ്പിൽ പഞ്ഞി കൊണ്ട് നിറച്ച വന്യമൃഗങ്ങൾ. കണ്ടാൽ ജീവനുള്ള പോലെ തോന്നിപ്പിക്കും. അവയെ പ്രകൃതിദത്തമായ വാസസ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ ആന മുതൽ റൈനോ, എമുപ്പക്ഷി, കലമാൻ, കോലാട്, ചെന്നായ, കീരി തുടങ്ങി എല്ലാ വന്യജീവികളെയും അവയുടെ യഥാർത്ഥ വലിപ്പത്തിലും പശ്ചാത്തലത്തിലും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കണ്ണാടിക്കൂട്ടിനകത്തുള്ള ഒരു മൃഗശാലയെന്ന് തോന്നിപ്പിക്കും വിധം കൗതുകകരമായി ഈ കാഴ്ചവസ്തുക്കളെ വിന്യസിച്ചിരുന്നു. മ്യൂസിയത്തിൻ്റെ അടുത്ത ഭാഗം രത്നങ്ങളുടെയും വിവിധ ക്യാരറ്റ് വരുന്ന സ്വർണത്തിൻ്റെയും ശേഖരമാണ്. വിലയേറിയ രത്നങ്ങൾ അവയുടെ മൂലാധാരമായ കല്ലുകൾ സഹിതം കണ്ണാടിക്കൂടുകളിൽ തിളങ്ങുന്നു. സ്വർണമാകട്ടെ 10 മുതൽ 24 ക്യാരറ്റ് വരെയുള്ള ഫലകങ്ങളായി വച്ചിരിക്കുന്നു. ആ വിസ്മയ ലോകം കണ്ടിറങ്ങിയ ഞങ്ങൾ ഭക്ഷണശാലയിലേക്ക് പോയി. എനിക്ക് കാണുവാൻ ഏറെ കൗതുകം തോന്നിയ ദിനോസാറുകളുടെ ലോകം ബാക്കി വച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ പുറപ്പെട്ടത്. ഓരോ ബർഗറിൽ ഒതുങ്ങിയ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ വലിയ ജീവികളുടെ ലോകത്തിലേക്ക് പോയി. വന്യമൃഗങ്ങളെ പോലെയോ അഥവാ തിരശീലയിൽ ലോസ്റ്റ് വേൾഡ് പോലെയോ കാണാൻ പറ്റുമെന്ന് വൃഥ പ്രതീക്ഷിച്ച ഞാൻ അവിടെ കണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ച ഭീമൻ മൃഗങ്ങളുടെ ദേഹഭാഗങ്ങളുടെ കൂറ്റൻ ഫോസിലുകളാണ്. എൻ്റെ അമളി ഞാൻ പുറത്തു പറഞ്ഞില്ല. എങ്കിലും മുഴുവൻ വലിപ്പമുള്ള ദിനോസാറുകളുടെ എല്ലിൻകൂടും ഉദ്വേഗജനകമായ കാഴ്ച തന്നെയായിരുന്നു. അവയ്ക്ക് കാലാന്തരത്തിൽ ഓസ്ട്രിച്ച് പോലുള്ള വലിയ പക്ഷികളിലേക്കും തുടർന്ന് ചെറിയ പല പക്ഷികളിലേക്കും ഉള്ള പരിണാമം ഇവയെല്ലാം ചിത്രങ്ങളിലൂടെയും അടിക്കുറിപ്പുകളിലൂടെയും പ്രതിപാദിച്ചിരുന്നു. അടുത്ത വിനോദസഞ്ചാര കേന്ദ്രം സാന്റാ മോണിക്ക ബീച്ച് ആയിരുന്നു. ഉച്ചയ്ക്ക് അവിടെ എത്തിയ ഞങ്ങൾ ബീച്ചിനെതിർവശത്തുള്ള ഹോട്ടൽ ശൃംഖലയിൽ ഒരിടത്തു പോയി. മെക്സിക്കൻ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. മെക്സിക്കൻ ഭക്ഷണത്തിന് നമ്മുടെ ഭക്ഷണത്തോട് സാമ്യതയുണ്ട്. ഡെസേർട്ടായി പഴം തേനിൽ പുഴുങ്ങിയതുമുണ്ടായിരുന്നു. ആഹാരശേഷം ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു. ബീച്ച് കടലിനുള്ളിലേക്ക് നീണ്ടു കിടന്നിരുന്നു. പക്ഷേ അവിടുത്തെ വിശേഷം എന്തെന്നാൽ ബീച്ചിനു മുകളിലായി ഒരു കടൽപ്പാലം 1.5 കിലോമീറ്റർ തള്ളി നിൽക്കുന്നു. റോഡിൽ നിന്ന് കടലിൻ്റെ ഉപരിതലത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന പാലം പിയർ ഉയർച്ചയും താഴ്ചയുമുള്ളതാണ്. ആയാസപ്പെട്ട് നടന്നു കയറി. അതിൻ്റെ അറ്റത്തു നിന്ന് നോക്കിയാൽ ചുറ്റിനും കടലാണ്. തുടങ്ങുന്ന ഭാഗത്ത് റോഡിനടുത്തായി ആഫ്രിക്കൻ വംശജർ ഉടുക്കുകൊട്ടി പാട്ടുപാടി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. കടൽപ്പാലത്തിൻ്റെ ഇങ്ങേ അറ്റത്തുള്ള ചെറിയ ഒരു മേൽപ്പാലത്തിൽ കടലിനു മീതെ ജയൻ്റ് വീൽ, ട്രപ്പീസ്, ഊഞ്ഞാൽ തുടങ്ങിയ സാഹസിക അഭ്യാസങ്ങൾക്കുള്ള വേദികളുണ്ടായിരുന്നു. കടൽക്കാറ്റ് തണുപ്പ് പരത്തി ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. കടൽക്കാക്കകളും മറ്റിനം കടൽ പക്ഷികളും കടലിനു മീതെ വട്ടം കറങ്ങി
പെട്ടെന്ന് വെള്ളത്തിലേക്ക് നൂണ്ടിറങ്ങി മീൻ കൊത്തിയെടുത്തു പറക്കുന്നത് രസകരമായ കാഴ്ചയായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ ടാക്സി വിളിച്ച് ഹോളിവുഡിലേക്ക് പോയി. ലോക സിനിമയുടെ കേന്ദ്രമായ ഹോളിവുഡ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന വിശാലമായ നിരത്തിലൂടെ ഞങ്ങൾ നടന്നു. നിരത്തിനൊരു വശം സിനിമാ സ്റ്റുഡിയോകളും മറുവശം വ്യാപാര കേന്ദ്രങ്ങളുമാണ്. അതുകൂടാതെ സംഗീത നിശകൾ, കൺസർട്ട് നടത്തുന്ന പല തിയേറ്ററുകളും നിരത്തിനൊരു വശത്ത് കണ്ടു. നിരത്തിൻ്റെ രണ്ടു വശത്തും ലോക സിനിമയിലെ വിഖ്യാതരായ താരങ്ങളുടെ പേരുകളും അവരുടെ കാൽപാദ ചിഹ്നങ്ങളും പതിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു കൗതുക കാഴ്ചയായിരുന്നു. ഓസ്കാർ അവാർഡ് നൽകുന്ന ഡോൾബി തിയേറ്റേഴ്സും ചൈനീസ് സിനിമാ സ്റ്റുഡിയോ ആയ മാമ തിയേറ്ററും കാഴ്ചയിൽ എടുത്തു നിൽക്കുന്നു. മറുവശത്തുള്ള ഹോട്ടലുകളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മാഡം ടൗസഡ് വാക്സ് മ്യൂസിയം കാണുവാൻ കയറി. ഹോളിവുഡിലെ പ്രശസ്തരായ താരങ്ങളുടെ മെഴുകു പ്രതിമകൾ പല നിലകളിൽ നിരത്തി വച്ചിരിക്കുന്നു. പ്രദർശന രൂപങ്ങളുടെ തുടക്കത്തിൽ തന്നെ അമിതാഭ് ബച്ചൻ്റെ പൂർണ്ണകായ രൂപം. അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ഞാൻ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. മറ്റു രൂപങ്ങളെല്ലാം ഹോളിവുഡ് സിനിമയിലെ അതികായന്മാരുടേതായിരുന്നു. പേരുകേട്ട ചലച്ചിത്രങ്ങളിലെ ദൃശ്യ പശ്ചാത്തലം സഹിതം നടീനടന്മാരുടെ പ്രതിമകൾ കണ്ടു. താരങ്ങളുടെ ഇടയിൽ മുൻ പ്രസിഡന്റ് ഒബാമയും ഉണ്ടായിരുന്നു. വാക്സ് രൂപങ്ങളോട് ചേർന്ന് നിന്ന് പടമെടുക്കുന്ന അമേരിക്കക്കാരെ കണ്ടാൽ ആളേത് പ്രതിമ ഏത് എന്ന് മാറിപ്പോകും. ഹോളിവുഡിൽ നിന്ന് യാത്ര തിരിക്കും മുമ്പ് ഞങ്ങൾ US-ൽ പ്രശസ്തമായ ഗിരാഡെല്ലി എന്ന ചോക്ലേറ്റ് കമ്പനിയുടെ ലോസ് ആഞ്ചലസ് വിൽപ്പന കേന്ദ്രത്തിൽ കയറി. വീട്ടുകാർക്കെല്ലാം കൊടുക്കുവാൻ കുറേ പാക്കറ്റുകൾ വാങ്ങി. ഹോളിവുഡിൻ്റെ ചിഹ്നമായ ഓസ്കാർ അവാർഡ് പ്രതിമയുടെ ചെറുപകർപ്പ് മകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു. പോൾ ഗെറ്റി എന്ന അമേരിക്കക്കാരൻ തനിക്ക് പസഫിക് തീരത്തുണ്ടായിരുന്ന ഭൂസ്വത്തിൽ ഗെറ്റി വില്ല എന്ന വിശാലമായ മെഡിറ്ററേനിയൻ വില്ല പണിതത് റോമൻ ശിലാകൽപ്പനയിലുള്ള വില്ല ഡി പാപ്പിരി എന്ന സൗധത്തിൻ്റെ അനുകരണമായാണ്. AD 79 അഗ്നിപർവ്വത സ്ഫോടനം നിമിത്തം മണ്ണിനടിയിലായ ഈ സൗധം 18-ാം നൂറ്റാണ്ടിലെ ഗവേഷകർ കുഴിച്ചെടുത്തു വരച്ച പ്ലാൻ പ്രകാരമാണ് ഗെറ്റി തൻ്റെ വില്ല പണിതത്. ഒരു ശില്പകലാപ്രേമിയായ ഗെറ്റി തൻ്റെ അനേക കോടികൾ വിലമതിക്കുന്ന ശില്പരൂപങ്ങൾ പ്രദർശിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തതാണ് പഴയകാല റോമൻ മാതൃകയിലുള്ള ഈ വില്ല. നാണയങ്ങൾ, പഴയകാല രാജകീയ കിരീടങ്ങൾ തുടങ്ങി കളിമണ്ണിലും മറ്റു ലോഹങ്ങളിലും പണിത വിശേഷപ്പെട്ട പാത്രങ്ങൾ, ഇങ്ങനെ കണ്ണിന് ആനന്ദദായകമായ പ്രദർശന വസ്തുക്കൾ. ടെമ്പിൾ ഓഫ് ഹെർക്കുലീസ് എന്ന ഹാളിൽ പ്രാചീന മാർബിളുകളുടെ മാതൃകയിലുള്ള വിശേഷപ്പെട്ട തറയോടും അമൂല്യങ്ങളായ കുഴിച്ചെടുക്കപ്പെട്ട വിഗ്രഹങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കെട്ടിടത്തിനകത്തും പുറത്തുമുള്ള നീല തടാകങ്ങൾ കണ്ണിനു കുളിർമയേകുന്നു. അനേകം ഫൗണ്ടനുകൾ വെള്ളം ചീറ്റുന്നു. പുഷ്പലതാദി വൃക്ഷങ്ങൾ സുഗന്ധം പരത്തുന്നു. 1974 തുറന്ന ഈ പ്രദർശനശാല ശില്പകലാപ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു പഠന കേന്ദ്രമാണ്. മറ്റൊരു ബീച്ചാണ് മാലിബുയിലേത്. ഗെറ്റി വില്ലയിൽ നിന്ന് കാർ വിളിച്ച് ഞങ്ങൾ മലനിരയും കടലും ചേർന്ന് കിടക്കുന്ന മനോഹര തീരത്തിലൂടെ മാലിബുയിലെത്തി. അവിടെയും കടലിനു മീതെ പാലമുണ്ടായിരുന്നു. പക്ഷേ നീളം കുറവായിരുന്നു. ഈ പിയറിൻ്റെ രണ്ടറ്റത്തും
റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായിരുന്നു. സമൂഹത്തിലെ ഉന്നത ശീർഷർ മാത്രം രമിക്കുവാൻ എത്തുന്ന ഈ സ്ഥലത്ത് തൻ്റെ ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യം ചെലവഴിച്ചാണ് മകൾ ഞങ്ങളെ സൽക്കരിച്ചത്. പിയറിന് അറ്റത്തേക്ക് പോകുന്ന വഴിക്ക് അനേകം ചൂണ്ടകൾ പാലത്തിൻ്റെ വശത്ത് ഉറപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ചൂണ്ടയിടുന്ന ഒരു വ്യക്തിയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആദ്യം അയാൾ വലിയ പ്രതീക്ഷയോടെ വലിച്ചെടുത്തത് ചൂണ്ടയിൽ കുരുങ്ങിയ ചപ്പും ചവറുമായിരുന്നു. അതെല്ലാം പറിച്ചു കളഞ്ഞ് വീണ്ടും അയാൾ ചൂണ്ടയിട്ടു. ഇത് വളരെ ക്ഷമ പരീക്ഷിക്കേണ്ടുന്ന കാര്യമാണെന്ന് തോന്നി. ഞങ്ങൾ പാലത്തിന്മേൽ കയറി ഒരു ബെഞ്ചിൽ അയാളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. മറ്റു പലരും ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അയാളുടെ ചൂണ്ടയിൽ കാര്യമായി എന്തോ കുരുങ്ങി. ചൂണ്ടയുടെ ബലം പരീക്ഷിക്കാതെ അയാൾ അനുബന്ധിച്ചു വച്ചിരിക്കുന്ന കുട്ടയിൽ വലിച്ചു കയറ്റി പുറത്തെടുത്തു. ഭീമാകാരമായ പിടയ്ക്കുന്ന ഒരു മീൻ. എല്ലാവരും കൈകൊട്ടിയും ആർപ്പു വിളിച്ചും അയാളെ പ്രോത്സാഹിപ്പിച്ചു. ചിലർ ഫോട്ടോ എടുത്തു. ആ കാഴ്ച കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ പാലത്തിനറ്റത്തേക്ക് പോയി തണുത്ത കടൽക്കാറ്റ് ആസ്വദിച്ചു. ഇവിടെ വിവിധ ഇനം പക്ഷികൾ മീൻ പിടിക്കാനായി പറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സന്ധ്യയോടെ മാലിബുയിൽ നിന്ന് മടങ്ങി. ലാസ് വെഗാസ്, ഞാൻ കാണുവാൻ കൊതിച്ചിരുന്ന നാട്. പുസ്തകങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ വിവരണങ്ങൾ വെച്ച് ഒരു ധാരണയുണ്ടായിരുന്നു. ചൂതാട്ട കേന്ദ്രങ്ങൾ, വിദ്യുത് പ്രഭയാൽ അലങ്കരിച്ച കെട്ടിടങ്ങൾ, ഭക്ഷണശാലകൾ, പലവിധ വിനോദ പ്രകടനങ്ങളുടെയും സങ്കേതം. എൻ്റെ ധാരണകൾ തെറ്റിയില്ല. ലോസ് ആഞ്ചലസിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ ഫ്ലൈറ്റ് സമയം. എയർപോർട്ടിൽ നിന്ന് നഗരപ്രാന്ത പ്രദേശങ്ങളിലൂടെ കാറ് പാഞ്ഞു. വഴിമധ്യേ ട്രംപ് ടവർ കണ്ടു. മറ്റനേകം അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിരന്നു നിന്നു. ഒടുവിൽ ഉദ്ദിഷ്ട ഹോട്ടലിൽ എത്തി. ഹോട്ടൽ പലാസോ വെനീഷ്യ. നിരത്തിൻ്റെ ഒരറ്റം മുതൽ പകുതിയോളം അത് നീണ്ടു കിടക്കുന്നു. അത് ട്വിൻ ഹോട്ടലുകളായിരുന്നു. ഒന്നിനകത്തുകൂടി മറ്റേതിലേക്ക് കടക്കാം. ഞങ്ങളെ പലാസോയിലാണ് താമസിപ്പിച്ചത്. വിശാലമായ പരവതാനി വിരിച്ച സ്വീകരണ മുറിയുള്ള പലാസോയിൽ പുഷ്പങ്ങളുടെ വർണ്ണപ്രപഞ്ചം. ജലധാരാ യന്ത്രങ്ങൾ വെള്ളം വർഷിക്കുന്നു. കമിതാക്കളും സുഹൃദ് സംഘങ്ങളും അവിടെ ചേർന്നു നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞങ്ങളും മുറ തെറ്റിച്ചില്ല. പിന്നീട് ചെക്ക് ഇൻ ചെയ്യാനായി മകൾ കൗണ്ടറിലേക്ക് പോയി. അവിടെ നീണ്ട ക്യൂ ആയിരുന്നു. ഒരുവിധം നടപടിക്രമങ്ങൾ തീർത്ത് മുറിയെടുത്തു. 37ാം നിലയിലാണ് ഞങ്ങൾക്ക് മുറി ഒരുക്കിയിരുന്നത്. അങ്ങോട്ടുള്ള ലിഫ്റ്റിലേക്ക് പോകുവാൻ കാസിനോ കടക്കണം. 4 പാടും വ്യാപിച്ചു കിടക്കുന്ന കാസിനോ ആദ്യ കാഴ്ചയിൽ വിഭ്രാമജനകമാണ്. അതിനകത്തുകൂടി 1 കിലോമീറ്റർ നടന്നാലേ എലിവേറ്റർ റൂമിലെത്തുകയുള്ളൂ. പക്ഷേ പരവതാനികൾ വിരിച്ച നിലത്തുകൂടെ നടക്കുവാൻ ആയാസം തോന്നുകയില്ല. ഞങ്ങളുടെ മുറി സ്വീറ്റായിരുന്നു. 2 ഇരട്ട കട്ടിലുകളും കൂടാതെ സ്വീകരണ ഭാഗവും. വിശാലമായ ജനൽ ചില്ലിലൂടെ താഴെ നഗരം കാണാം. കുറച്ച് വിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫ്രഷായി ഭക്ഷണം കഴിക്കുവാൻ ഇറങ്ങി. താഴെ കാസിനോയിൽ എത്തി. അതിനു ചുറ്റിലുമായി 50-ലധികം ഭക്ഷണശാലകളും അതിനോടടുത്ത് ബിയർ പാർലറുകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഇറ്റാലിയൻ ഭക്ഷണശാല തിരഞ്ഞെടുത്തു. ഭക്ഷണം ഞങ്ങൾ ആസ്വദിച്ചു. അത് കഴിഞ്ഞ് കാസിനോയിലേക്ക് ഇറങ്ങി. ആദ്യമായി കറങ്ങുന്ന വലിയ ചക്രം പരീക്ഷിച്ചു. $5 ഇട്ട് ലിവർ വലിച്ചാൽ അത് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ മുൻപിലുള്ള മേശയിൽ പതിച്ചു വെച്ച ബട്ടണുകളിൽ ഇഷ്ടമുള്ള സംഖ്യ തിരഞ്ഞെടുത്ത് ബട്ടൺ അമർത്താം.
ചക്രത്തിൻ്റെ കറക്കം ശ്വാസം പിടിച്ചു നോക്കി നിന്നു. അത് അതിവേഗം കറങ്ങി. താനേ വേഗത കുറഞ്ഞു. തിരഞ്ഞെടുത്ത നമ്പറിന് മുകളിലൂടെ പലവട്ടം സൂചി പോയി അവസാനം വളരെ പതുക്കെ എൻ്റെ നമ്പറിനടുത്തുള്ള മറ്റൊരു നമ്പറിൽ പോയി നിന്നു. ഞാൻ പതിയെ ദീർഘനിശ്വാസം വിട്ടു. $5 പോയി കിട്ടി. ഒട്ടും തളരാതെ $5 മോൾക്ക് കൊടുത്തു. അവൾ കഴിഞ്ഞ തവണ നിന്ന നമ്പർ തിരഞ്ഞെടുത്തു. ഇത്തവണ ചക്രം ഞാൻ ആദ്യം തിരഞ്ഞെടുത്തിരുന്ന നമ്പറിൽ പോയി നിന്നു. വീണ്ടും $5 കബൂൽ. ഇത് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് ഞങ്ങൾ തുനിഞ്ഞിറങ്ങി മറ്റു സജ്ജീകരണങ്ങളിലേക്ക് നീങ്ങി. $1 ഇട്ടാൽ കളിക്കാവുന്ന വിഭിന്ന കളികൾ കണ്ടുപിടിച്ചു. ഇത് ഇന്ത്യക്കാർ മാത്രം തിരഞ്ഞെടുക്കുന്ന മേഖലയാണ് എന്ന് മകൾ പറഞ്ഞു തന്നു. എന്തിനേറെ പറയുന്നു, $1 ഇട്ട ഒരു ഗെയിമിൽ എനിക്ക് $22.07 കിട്ടി. അത് വിവരിക്കാം. $1 5 സെൻറ്റിൻ്റെ പല കളികളായി വിഭജിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് കുറേ ഫ്രീ ഗെയിമുകൾ കിട്ടി. ഉടനെ മെഷീൻ കലപില ശബ്ദങ്ങളും ഹൂറേ വിളികളും നടത്താൻ തുടങ്ങി. ഞാൻ അന്തം വിട്ട് എന്തു ചെയ്യണമെന്നറിയാതെയിരുന്നു. അതുവഴി വന്ന ഒരു പ്രായം ചെന്ന അമേരിക്കൻ വനിത എനിക്ക് ഏത് സ്ക്രീനിൽ തൊടണമെന്ന് കാണിച്ചു തന്നു. ഞാൻ എനിക്ക് തോന്നിയ സ്ഥലത്തെല്ലാം കുത്തി നോക്കി. തുടരെ ഫ്രീ ഗെയിമുകൾ കിട്ടിക്കൊണ്ടിരുന്നു. മെഷീൻ ആർത്തു വിളിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഗെയിമുകൾ തീർന്നു. സ്ക്രീനിൽ ഒരു ചക്രം കറങ്ങാൻ തുടങ്ങി. എനിക്ക് കിട്ടിയ പണം 1 സെൻറ്റിൽ തുടങ്ങി ഒന്നൊന്നായി 2207 നിന്നു. കറക്കം നിർത്തി. ഞാൻ താടിക്ക് കൈവച്ച് നോക്കിയിരുന്നു. ആ വനിത എന്നെ പുറത്തു തട്ടി അഭിനന്ദിച്ചു. ഞാൻ അവരുമായി ഹസ്തദാനം ചെയ്തു. പണം വാങ്ങുവാനുള്ള ബട്ടൺ അമർത്തിയപ്പോൾ ഒരു വൗച്ചർ പുറത്തു വന്നു. 22.07 എന്ന് എഴുതിയിരുന്നു. അടുത്തുള്ള ATM മെഷീനിൽ വൗച്ചർ കൊടുത്തപ്പോൾ $22 പുറത്തു വന്നു. പിന്നെ ചില്ലറ നാണയങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നു. പിന്നീടും പല സമയങ്ങളിലായി കളിച്ച് കിട്ടിയ വൗച്ചറുകളും ഡോളറും എല്ലാം നഷ്ടപ്പെടുത്തി സമാധാനത്തോടെ തിരിച്ചു വന്നു. കളി $1 ആയാലും $100 ആയാലും ഒരു ഹരമായി മാറും. ഞങ്ങൾ 3 ദിവസത്തേക്കാണ് മുറിയെടുത്തത്. ആദ്യത്തെ ദിവസം ചൂതാട്ടമെല്ലാം തീർത്തു. രണ്ടാമത്തെ നിലയിലുള്ള വിസ്തൃതമായ ഷോപ്പിംഗ് മാളിൽ കറങ്ങി നടന്നു. പിന്നീട് താഴെ വന്ന് ഓപ്പൺ എയർ ഭക്ഷണശാലകളുടെ സമൂഹത്തിലെത്തി. അതിന് നടുവിലായി സാമാന്യം ആഴമുള്ള ഒരു കനാൽ ഒഴുകുന്നു. അതിൽ ഗൊണ്ടോലകൾ, ഒരു തരം അലങ്കാര വഞ്ചികൾ ആളുകളെ കയറ്റി തുഴഞ്ഞു പോയിരുന്നു. പലരും ഈ കാഴ്ച കാണുവാൻ നടുവിലുള്ള മേൽപ്പാലത്തിൽ കയറി നിന്നിരുന്നു. മറ്റൊരിടത്ത് ഒരു ഗായക സംഘം ഗാനാലാപനം ചെയ്യുന്നുണ്ടായിരുന്നു. മുകളിൽ നീലാകാശത്തിൽ മേഘപാളികൾ. ഞാൻ അത് നോക്കിയിരുന്നപ്പോൾ മോൾ പറഞ്ഞു, അത് ആകാശമല്ല അമ്മേ, സ്ക്രീൻ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അത് തെളിയിക്കാൻ എന്നോണം ഏതോ ബാലന് കൈമോശം വന്ന ഹൈഡ്രജൻ ബലൂൺ മുകൾ തട്ടിൽ തൂങ്ങിക്കിടന്നിരുന്നു. ഞാൻ സ്തബ്ധയായി. ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ പ്രാതൽ കഴിച്ച് മോണോ റെയിലിൽ സവാരി ചെയ്യാൻ പോയി. മറ്റൊരു ചെറിയ കാസിനോയിൽ കൂടെ അകത്തേക്ക് പോയി അതിൻ്റെ പുറകറ്റത്തുള്ള എസ്കലേറ്റർ വഴി മുകളിലെത്തി. പ്ലാറ്റ്ഫോമിലുള്ള മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. കുറച്ചു സമയത്തിനുള്ളിൽ ട്രെയിൻ എത്തി. മെട്രോ ട്രെയിൻ പോലെ, എന്നാൽ ബോഗിക്ക് കൂടുതൽ പഴക്കമുണ്ട്. അത് ഞങ്ങളെ നഗരത്തിനു ചുറ്റും കൊണ്ടുപോയി. പ്രധാന നഗരവീഥിയല്ല, കാസിനോകളുടെ പിൻവശത്തു കൂടെയാണ് പോയത്. യാത്ര ഉല്ലാസപ്രദമായിരുന്നു. വൈകിട്ട് ഒരു മ്യൂസിക്കൽ ഷോയിന് ടിക്കറ്റ് എടുത്തു. മറ്റൊരു റിസോർട്ടിൽ ഉള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു.
ഞങ്ങൾ 6 മണിയുടെ ഷോയിന് കയറി. തിയേറ്റർ തിങ്ങി നിറഞ്ഞിരുന്നു. ബീറ്റിൽസ് എന്ന ഗായക സംഘത്തിൻ്റെ പാട്ട് സ്ക്രീനിൽ കാണിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള വിഷയം സ്വീകരിച്ച് ഒരു സർക്കസ് ഷോ. ചടുലവും ഉദ്വേഗജനകവുമായ ചലനങ്ങൾ, പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ആകർഷകമായ പ്രകടനങ്ങൾ. ഞങ്ങൾ നല്ലവണ്ണം ആസ്വദിച്ചു. 9 മണിക്ക് ഷോ തീർന്നു. ഇതുകൂടാതെ വഴിവക്കിൽ അഗ്നിപർവ്വത സ്ഫോടനം, ജലധാരാ യന്ത്ര പ്രകടനം തുടങ്ങി പലതും കണ്ടു. പിറ്റേന്ന് ഞങ്ങളുടെ ബാഗുകൾ അടുക്കി ചെക്കൗട്ട് ചെയ്യാൻ ഏൽപ്പിച്ച ശേഷം പ്രാതൽ ഒരു ഇന്ത്യൻ ഭക്ഷണശാലയിൽ നിന്ന് കഴിച്ചു. നെയ്റോസ്റ്റും വടയുമായിരുന്നു വിഭവങ്ങൾ. പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങി ഒട്ടുദൂരം കാഴ്ചകൾ കണ്ടു നടന്നു. പിസ്സ ഗോപുരം പോലെയും എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പോലെയും ഉള്ള കെട്ടിടങ്ങൾ കാസിനോകളായി ഉണ്ടായിരുന്നു. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് അവസാനവട്ട ചൂതുകളിയും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങാൻ തയ്യാറായി. കൊടുത്തേൽപ്പിച്ച ബാഗുകൾ തിരിച്ചു വാങ്ങി മടക്കയാത്ര നടത്തി. രോഹിണിയുടെ ഭർത്താവ് അജിത്തിന് ഉദ്യോഗ തിരക്ക് മൂലമാണ് ഈ യാത്രകളിൽ ഞങ്ങളെ അനുഗമിക്കുവാൻ പറ്റാഞ്ഞത്. പക്ഷേ ഞങ്ങൾ തിരിച്ചെത്തിയതിന് ശേഷം അജിത്ത് ലീവ് എടുത്തു ഞങ്ങളോടൊപ്പം കൂടി. അടുത്ത യാത്ര സാന്റിയാഗോയിലേക്കായിരുന്നു. കാറിൽ 2 മണിക്കൂർ. കാർ ഒരു ഗാരേജിൽ നിന്ന് വാടകയ്ക്കെടുത്തു. രോഹിണിയാണ് ഓടിച്ചത്. അവർ കൊടുത്തത് ഒരു പഴഞ്ചൻ കാറായിരുന്നു. പോരാത്തതിന് വാരാന്ത്യത്തിലെ തിരക്കും. വല്ലാത്ത ട്രാഫിക് ജാമിലൂടെ ഓടിച്ചു 3.5 മണിക്കൂർ കൊണ്ട് സാന്റിയാഗോയിലെത്തി. മാരിയറ്റ് ഹോട്ടലിലായിരുന്നു മുറി പറഞ്ഞിരുന്നത്. അവൾ അവരുടെ പ്ലാറ്റിനം ബ്രാൻഡ് കസ്റ്റമർ ആയിരുന്നു. അതുകൊണ്ട് അവർ രാവിലെ തൊട്ട് ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. രോഹിണിക്ക് പ്രത്യേകമായി ഹോട്ടലിൻ്റെ ആതിഥേയം ഉണ്ടായിരുന്നു. ബ്രാൻഡ് അംബാസിഡർ എന്നാണ് അവരെ പറയുക. അവർ കൂടെ മുറിയിൽ വന്നു. ഞങ്ങൾക്ക് എല്ലാം തൃപ്തികരമായോ എന്ന് ഉറപ്പിക്കാനായിരുന്നു അവർ വന്നത്. ഉപചാരങ്ങൾ കഴിഞ്ഞ് അവർ യാത്ര പറഞ്ഞു. മേശപ്പുറത്ത് കുറേ ചീസും ഡ്രൈ ഫ്രൂട്ട്സും കൂടാതെ മറ്റനേകം ലഘുഭക്ഷണങ്ങളും അടച്ചു വച്ചിരുന്നു. അവരുടെ മുറിയിൽ നിറയെ ചോക്ലേറ്റ് ആയിരുന്നു. രോഹിണിയുടേത് എക്സിക്യൂട്ടീവ് റൂം ആയിരുന്നെങ്കിൽ ഞങ്ങളുടേത് അതിമനോഹര പുറം കാഴ്ചയുള്ള മൂലയിലെ മുറിയായിരുന്നു. ഗ്ലാസ് ജനലിന് പുറത്ത് ശാന്തമായ പസഫിക് കടലിൻ്റെ കൈവഴിയായി കയറിക്കിടക്കുന്ന കായലോരത്തെ തുറമുഖം, കൊച്ചിയെ പകർത്തി വെച്ചതുപോലെ. അതും മനുഷ്യനിർമ്മിതമായ ദ്വീപാണ്. അവിടെയും നേവൽ ബേസ് ഉണ്ട്. തുറമുഖം മറുവശത്താണ്. ജനലിനു കീഴിൽ വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്ന നടപ്പാതയും മനോഹരമായ പൂന്തോപ്പും അതിനപ്പുറം വെളുത്ത ബോട്ടുകൾ നിരയായി കിടക്കുന്ന വിസ്തൃതമായ ബോട്ട് ജെട്ടിയും. സാന്റിയാഗോയിൽ ആളുകൾ കാറ് വാങ്ങിക്കുന്നതിന് പകരം ബോട്ടുകളാണ് വാങ്ങിക്കുന്നത്, മകൾ പറഞ്ഞു തന്നു. ഞങ്ങൾ 3 ദിവസത്തേക്കാണ് മുറിയെടുത്തത്. എത്തിയ ദിവസം പുറത്ത് ഒരു ഉത്തരേന്ത്യൻ ഭക്ഷണശാലയിൽ നിന്ന് ഉച്ചയൂണ് കഴിച്ചു. ചുറ്റുപാടുകൾ കണ്ടു നടന്നു. ലാസ് വേഗാസ് ഭൂപ്രകൃതി കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും ദുബായ് പട്ടണത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ സാന്റിയാഗോ സിംഗപ്പൂർ പോലെയാണ് എന്ന് ഭർത്താവ് അഭിപ്രായപ്പെട്ടു. വരുന്ന വഴിക്ക് റോഡിന് കുറുകെ റെയിൽപാത കണ്ടു. ട്രാമിൻ്റെ വഴിയായിരുന്നു അത് വരാറാവുമ്പോൾ അവിടെ ഘടിപ്പിച്ചിട്ടുള്ള മെഷീനുകളിൽ നിന്ന് ഉച്ചത്തിൽ അലാറം ബെല്ലുകളും പ്രഘോഷണങ്ങളും കേൾക്കാം. ആകെ ബഹളമയം. ഞങ്ങൾ തിരിച്ചു മാരിയറ്റ് മാർക്വീസിലെത്തി. മകളും അജിത്തും കായലോരത്ത് നടക്കാൻ പോയി. ഞങ്ങൾ മുറിയിൽ തന്നെ ഇരുന്നു. കായലിലെ കാഴ്ചകൾ നോക്കിയിരുന്ന് 17ാം നിലയിലായതുകൊണ്ട് പുറം കാഴ്ചകളുടെ ആകമാന ചിത്രം കാണാം.
നീല നിറത്തിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന കായൽ ജലത്തിൽ കൂടെ വിഹരിക്കുന്ന യാനങ്ങൾ, പായ്വഞ്ചികൾ, വെള്ളത്തിൽ നുരയിട്ട് അതിവേഗം പോകുന്ന വാട്ടർ സ്കൂട്ടറുകൾ, അതായത് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന സ്പീഡ് ബോട്ട് പോലുള്ള ജലവാഹനം എന്നീ കാഴ്ചകൾ നോക്കിയിരുന്നാൽ സമയം പോകുന്നതറിയില്ല. അന്തിക്ക് സൂര്യാസ്തമയം കാണുവാൻ കാത്തിരുന്നു. അസ്തമയ സൂര്യൻ കടലിൽ താഴുമ്പോൾ ആകാശത്തിലെ വർണ്ണവിധാനങ്ങൾ മതിമയക്കുന്നതായിരുന്നു. ഞങ്ങൾ ചീസ് ബോർഡിലെ ഭക്ഷ്യവിഭവങ്ങൾ കഴിച്ചു. കുട്ടികൾ പുറത്തുനിന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ബർഗറും കൊണ്ടുവന്നു. പക്ഷേ ഞങ്ങൾക്ക് വയർ നിറഞ്ഞിരുന്നു. അത് അവർ തന്നെ പങ്കുവച്ചു. പിറ്റേന്ന് ആകാശം മേഘാവൃതമായി. മഴ ഇടയ്ക്കിടെ പെയ്തു. കായലിൽ ബോട്ടുകളൊന്നും ഇറങ്ങിയില്ല. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ദിനം മുഴുവൻ സൂര്യൻ കാർമേഘ പാളികൾക്കുള്ളിൽ മറഞ്ഞിരുന്നു. രോഹിണിക്ക് ഇച്ഛാഭംഗമായി. ഞങ്ങളെ ബോട്ടിങ്ങിന് കൊണ്ടുപോകുവാൻ അവൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഇരിക്കേണ്ടതായി വന്നു. അടുത്ത ദിവസം സൂര്യപ്രകാശം തട്ടിയാണ് ഞാൻ ഉണർന്നത്. തെളിഞ്ഞ ആകാശം, പുഞ്ചിരി തൂകുന്ന ദിനകരൻ. പക്ഷേ അന്ന് ഞങ്ങൾക്ക് മടങ്ങേണ്ടിയിരുന്നു. പ്രകൃതിയുടെ പ്രതിഭാസം. രാവിലെ ഭക്ഷണത്തിന് ശേഷം ഞാനും ഭർത്താവും ഹോട്ടലിൻ്റെ പിൻവശത്തുകൂടെ ബോട്ട് യാർഡിനരികിലുള്ള വാക്ക്വേയിലൂടെ നടക്കാനിറങ്ങി. നല്ല വെയിലിൽ തണുപ്പിൻ്റെ കുളിരും കായൽ കാറ്റും ഏറ്റു നടന്നു. സാമാന്യം വലിയ ബോട്ടുകളും വളരെ വലിയ ആഡംബര ബോട്ടുകളും കണ്ടു. എല്ലാം വെള്ള നിറം. ജോലിക്കാർ രാവിലെ തന്നെ അതാത് ബോട്ടുകളിൽ കയറി ഓരോ ഭാഗവും സൂക്ഷ്മതയോടെ തുടച്ചു മിനുക്കുന്നു. ഈ ആഡംബര ബോട്ടുകൾ കടലിലേക്ക് വിനോദസഞ്ചാരികളെ കൊണ്ടുപോകുവാനുള്ളതാണെന്ന് തോന്നി. രാവിലെ തന്നെ യാത്രക്കാർ വരുന്നുണ്ടായിരുന്നു. പല നിലകളുള്ള വെട്ടിത്തിളങ്ങുന്ന ബോട്ടിൽ പാർട്ടി നടത്തുവാൻ പോലും സൗകര്യമുണ്ട്. കുറേ സമയം കാഴ്ച കണ്ടപ്പോഴേക്കും കുട്ടികൾ ഞങ്ങളോടൊപ്പം എത്തി. ഞങ്ങൾ വാക്ക്വേയുടെ മറുവശത്തേക്ക് നീങ്ങി. ഇവിടെ പൊതുജനങ്ങൾക്കുള്ള ബോട്ട് ജെട്ടിയുണ്ട്. ബോട്ടിൽ ഡീസൽ ഒഴിച്ച് ഇവിടെ സഞ്ചാരികൾക്ക് തനിയെ ബോട്ട് ഓടിക്കുവാനുള്ള സൗകര്യമുണ്ട്. വാട്ടർ സ്കൂട്ടറുകളും അവിടെ നിന്ന് നുരകുത്തി പായുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നീങ്ങിയപ്പോൾ ഒരു മാർക്കറ്റ് ശൃംഖലയിലെത്തി. ചെറിയ ചെറിയ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന കടകൾ, നടുവിൽ ജലധാരാ യന്ത്രങ്ങൾ, പനിനീർ തടാകങ്ങൾ എന്നിങ്ങനെ പലതും കണ്ടു. സോവനീറുകൾ പലതരത്തിലുള്ളത് ഉണ്ടായിരുന്നു. വൈകാതെ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ തിരികെ പോകാനൊരുങ്ങി. ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു കാർ പുറത്തെടുത്തു. ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. ഇത്തവണ വഴിയിൽ തിരക്ക് കുറവായിരുന്നു. ഞങ്ങൾ 3 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്തി. വീണ്ടും ലോസ് ആഞ്ചലസ്. ഞങ്ങളുടെ 1 മാസത്തെ പര്യടനത്തിൻ്റെ അവസാന ഘട്ടം യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആയിരുന്നു. നല്ല തെളിച്ചമുള്ള ഒരു പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു. ഹോളിവുഡിനടുത്താണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ. രോഹിണി ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നു. ടാക്സി ഞങ്ങളെ അങ്ങോട്ടെത്തിച്ചു. പ്രവേശന കവാടത്തിൽ ക്യൂ നിൽക്കാതെ എളുപ്പത്തിൽ അകത്തേക്ക് കടന്നു. ഗേറ്റിനടുത്തു തന്നെ ഒരു ചുവരിൽ വർണ്ണവിധാനത്തിൽ 2 വലിയ ചിറകുകൾ ചിത്രീകരിച്ചിരുന്നു. ആളുകൾ അതിൻ്റെ ഒത്ത നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞങ്ങൾ അത് പിന്നീടേക്ക് മാറ്റിവെച്ചു. അകത്തു വ്യാപാരശാലാവൃന്ദവും ഹോട്ടൽ ശൃംഖലയും ചുറ്റിലുമുണ്ടായിരുന്നു. പിന്നെയും നടന്നു പോയപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന ഭീമൻ ഗ്ലോബ് കറങ്ങുന്നത് കണ്ടു.
രോഹിണി ആദ്യം ബസ് റൈഡിങ്ങിനു പോകാമെന്ന് അഭിപ്രായപ്പെട്ടു. മാപ്പ് നോക്കി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. ക്യൂയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി. വണ്ടികൾ തുടരെ വന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഊഴം വന്നപ്പോൾ 4 പേരും കയറി. 2 വശവും തുറന്ന ജനലുകളോട് കൂടിയ ബോഗികൾ തമ്മിലിണക്കി ഒന്നിച്ചു കൊണ്ടുപോകുന്നു. ബസ്സിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് 3D ഗ്ലാസുകൾ തന്നു. ആദ്യത്തെ ബോഗിയിലുള്ള ബസ് ഡ്രൈവർ അനൗൺസ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരുന്നു. ബസ് കുലുങ്ങുമെന്ന് മുന്നറിയിപ്പ് തന്നു. ഞങ്ങൾ ഒരു സാഹസിക യാത്രയ്ക്കായി കാത്തിരുന്നു. ബസ് നീങ്ങുവാൻ തുടങ്ങി. ആദ്യം യൂണിവേഴ്സലിൽ ഛായാഗ്രഹണം ചെയ്ത പല സിനിമകളുടെയും പശ്ചാത്തലം കാണിച്ചു തന്നു. നമ്മുടെ രാമോജി റാവു ഫിലിം വേൾഡ് പോലെ അതിൻ്റെ പല ഇരട്ടിയാണെന്ന് മാത്രം. അത് കഴിഞ്ഞ് ബസ് വനപ്രദേശങ്ങളിലേക്ക് കടന്നു. അപായ സിഗ്നലുകൾ തന്നു. പെട്ടെന്ന് ഒരു കൂറ്റൻ ദിനോസർ തലയുയർത്തി വന്നു. ഒരു വശത്തു നിന്നും കിങ് കോങ് എന്ന ചിമ്പാൻസിയും. അവ തമ്മിലുള്ള ഭീകര യുദ്ധത്തിനിടെ ബസ്സിനകത്തേക്കും അവയുടെ ആക്രമണം വരുന്നത് പോലെ തോന്നിക്കും. ബസ് കുലുങ്ങി മറിഞ്ഞു. ഞാൻ മുൻപിലത്തെ ബാറിൽ അള്ളി പിടിച്ചിരുന്നു. അവർണ്ണനീയമായ കൗതുകമേകി ആ ഗുഹ കടന്നു. വണ്ടി പിന്നെയും മുന്നോട്ട് പോയി. വെള്ളച്ചാട്ടങ്ങളിലൂടെയും തീയിലും പുകയിലൂടെയും വെടിയുണ്ട ഉതിർക്കുന്ന തോക്കുകൾക്കിടയിലൂടെയും സ്ഫോടനങ്ങൾക്കിടയിലൂടെയും ബസ് നിന്നും നിരങ്ങിയും ഞങ്ങളെ ഉത്തേജിതരാക്കി. 1 മണിക്കൂറിലധികമുള്ള ബസ് റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. പിന്നീട് കറങ്ങി നടന്നു. പല ഷോയും കണ്ടു. ജയൻറ്റ് വീൽ പോലെയുള്ള സാഹസിക പ്രകടനങ്ങൾക്കൊന്നും ഞങ്ങൾ പോയില്ല. പക്ഷേ പാണ്ട, മിനിയൻസ് തുടങ്ങി പല റൈഡുകളിലും കയറി. തിയേറ്റർ പോലെയുള്ള സംവിധാനത്തിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഇരിപ്പുറപ്പിക്കും. ഷോ തുടങ്ങിയാൽ സ്ക്രീനിൽ വരുന്ന രൂപങ്ങളുടെ കഥകളിൽ നാമും സംബന്ധിക്കുന്നു എന്ന് തോന്നിക്കുന്ന വിധത്തിൽ കസേര ഇളകി മുമ്പോട്ട് നീങ്ങിയും മുകളിൽ നിന്ന് വെള്ളം തളിച്ചും തികച്ചും ഉദ്വേഗജനകമായ അനുഭവം തരും. പാണ്ടയിൽ കുതിരവണ്ടിയിലും മറ്റുമുള്ള യാത്രയുടെ പ്രതീതിയാണെങ്കിൽ മിനിയൻസ് ഗഗനചാരികളായി മേലോട്ടും താഴോട്ടും പോകുന്ന പ്രതീതിയാണ്. ഞാൻ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നു. ഇങ്ങനെ പലതും കണ്ടും കേട്ടും ഭക്ഷണം കഴിച്ചും ഞങ്ങൾ അവസാനമായി ഏട്ടന് പ്രിയങ്കരമായ വാട്ടർ ഷോ കാണുവാൻ പോയി. യൂണിവേഴ്സൽ സ്റ്റുഡിയോ 1995 വാട്ടർ വേൾഡ് എന്ന പടമെടുത്തു. അത് ഒരു വൻ പരാജയമായി. തളരാതെ അതിൻ്റെ സെറ്റ് പണിത് ആ കഥ നാവികരും കൊള്ളക്കാരും തമ്മിൽ ആകാശത്തിലൂടെയും വെള്ളത്തിലൂടെയും കടലിൽ നടക്കുന്ന ഒരു യുദ്ധം അവതരിപ്പിച്ചു. ഇത് ഒരു വൻ വിജയമായി. തുടർന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോകളിൽ വാട്ടർ ഷോ ഒരു അവശ്യ ഘടകമായി. ഞങ്ങൾ മുൻപ് നടത്തിയ സിംഗപ്പൂർ യാത്രയിലും വാട്ടർ ഷോ കാണുകയുണ്ടായി. കൃത്രിമമായ തടാകത്തിൽ നാവികരും കടൽ കൊള്ളക്കാരും തമ്മിലുള്ള പയറ്റാണ് വാട്ടർ സ്റ്റണ്ട് ഷോ. അതിലുള്ള 2 അഭിനേതാക്കൾ കാണികളെ വെള്ളം കോരി ചീറ്റിവിട്ടും പല ഹാസ്യ വിനോദങ്ങളിലൂടെയും ജനങ്ങളെ കയ്യിലെടുത്തു. കാണികൾ നിറഞ്ഞപ്പോൾ ഷോ തുടങ്ങി. നാവികരുടെ പലവിധ പ്രകടനങ്ങൾ കടലിൽ നടക്കുന്നതിൻ്റെ പ്രതീതിയുളവാക്കിക്കൊണ്ടുള്ള കലാപ്രകടനങ്ങൾ. നായകനും നായികയും വെള്ളത്തിൽ സ്പീഡ് ബോട്ടിലും മറ്റും ഒന്നിച്ചു പോകുന്നു. പെട്ടെന്ന് പുറകിലുള്ള ഇരുമ്പ് മറ നീക്കി ഒരു പഴയ കപ്പലിൽ കടൽ കൊള്ളക്കാർ പുറത്തേക്ക് വരുന്നു. നായികയെ തട്ടിയെടുക്കാനുള്ള ശ്രമവും അതിന് അവർ തമ്മിലുള്ള യുദ്ധവും
ആവേശജനകമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഒടുവിൽ കൊള്ളക്കാരെ തോൽപ്പിച്ച് നായകൻ നായികയെ രക്ഷിക്കുന്നയിടത്ത് ഷോ അവസാനിക്കുന്നു. കാണികൾ ഷോയിലുടനീളം ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു. ഏട്ടനും കുറച്ചില്ല. ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ പുള്ളിക്കാരന് ശബ്ദമില്ല. ഞങ്ങൾ ചിരിച്ചുപോയി. പിന്നീട് ഒരു ചൂട് കാപ്പി കുടിച്ചാണ് സ്വരം വീണ്ടെടുത്തത്. പോരുന്നതിന് മുൻപ് ഒരു യോഗട്ട് കടയിൽ കയറി ഞങ്ങൾ ഐസ്ക്രീം പോലെ പലവിധ ഫ്ലേവറുകളിലുള്ള യോഗർട്ട് കഴിച്ചു. അവസാനമായി ലോസ് ഏഞ്ചലസിൻ്റെ ചിഹ്നമായ ചിറകുകൾക്ക് നടുവിൽ നിന്ന് ഫോട്ടോയുമെടുത്തു. എൻ്റെ അമേരിക്കൻ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയത് ഓരോ ദേശത്തിലും ആളുകൾ പ്രകൃതത്തിലും ജീവിത രീതികളിലും വ്യത്യസ്തരാണ് എന്നാണ്. സങ്കരവർഗക്കാരും പരദേശികളും നിറഞ്ഞ സ്ഥലമാണ് ലോസ് ഏഞ്ചലസിൻ്റെ ഡൗൺ ടൗൺ. പക്ഷേ അതിൻ്റെ അതിരുകൾ കാക്കുന്ന മലനിരകളിൽ ഹോളിവുഡിലെ അതികായന്മാരും പ്രശസ്തരും നിവസിക്കുന്നു. ലാസ് വേഗാസ് ആവട്ടെ സഞ്ചാരികളുടെ അവസാന വാക്കാണ്. ഞാൻ 4 വർഷം മുൻപ് കണ്ട സിയാറ്റിൽ യാഥാസ്ഥിതികരായ അമേരിക്കൻ ജനതയുടെയും ലോസ് ആഞ്ചലസിൽ കാലാവസ്ഥ പൊതുവെ സൗമ്യമാണ്. കൊടും ചൂടോ കൊടും തണുപ്പോ ഇല്ല. എന്നാൽ ഷിക്കാഗോ തണുപ്പിൻ്റെ രാജ്യമാണ്. ഇത്ര വലിയ ആ ദേശത്ത് ഭാഷ ഒന്നാണെന്നത് അത്ഭുതകരമാണ്. ഞങ്ങൾ വിനോദസഞ്ചാരികളെപ്പോലെ കൃത്യമായ യാത്രാക്രമത്തോടെ അല്ല പോയത്. മകളുടെ ഉദ്യോഗ സമയാനുസരണം യാത്രാ പരിപാടികൾ ചിട്ടപ്പെടുത്തുകയായിരുന്നു. ചിലപ്പോൾ വിനോദ കേന്ദ്രങ്ങളിൽ താമസിക്കുമ്പോൾ അജിത്തിന് രാത്രി സമയം തൻ്റെ ലാപ്ടോപ്പിൽ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെ ആസൂത്രണം ചെയ്യും എന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ മടി കൂടാതെ അമേരിക്കൻ ഭക്ഷണത്തോട് പൊരുത്തപ്പെട്ടു. അവിടുത്തെ ശീലങ്ങളും സ്വാംശീകരിച്ചു. ഞങ്ങൾ യാത്രയുടെ അന്തിമഘട്ടത്തിലെത്തി. തിരിച്ചു വരുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഒരു നല്ല പെട്ടിയുടെ നമ്പർ ലോക്ക് നമ്പർ മറന്നുപോയതുകൊണ്ട് തല്ലി പൊട്ടിക്കേണ്ടി വന്നു. അത് അവിടെ നിഷ്കാസനം ചെയ്ത് പുതിയൊരു ബാഗ് വാങ്ങിച്ചു. $90 വലിയ നല്ല ഉറപ്പുള്ള ഒരു പെട്ടി അടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. പാക്കിംഗ് നടത്തി. ജൂൺ 2 വൈകിട്ട് 4 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ മടക്കയാത്ര ചെയ്തു. അനേക വൈശിഷ്ട്യങ്ങളുള്ള ആ നാടിനോടും പ്രിയപ്പെട്ട മക്കളോടും യാത്ര പറഞ്ഞു. സെക്യൂരിറ്റി ചെക്കിന് എസ്കലേറ്റർ വഴി പോകണം. അതിൻ്റെ താഴെ വരെ ഞങ്ങളെ അവർ അനുഗമിച്ചു. മുകളിൽ ചെന്ന് കണ്ണിൽ നിന്നു മറയും വരെ കൈവീശി. എൻ്റെ ഹൃദയത്തിനൊരു ഭാഗം അവിടെ നിക്ഷേപിച്ചിട്ടു മടങ്ങി.